വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണേ. അപ്പോൾ മക്കളെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോർ ആൻഡ് ലെസ്, അഥവാ കൂടുതലും കുറവുമാണല്ലേ. യെസ്, നമ്മൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്? നമ്മൾ കൂട്ടാനും 4 അക്ക സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ 3 അക്ക സംഖ്യ വരെയായിരുന്നു കുറയ്ക്കാനൊക്കെ പഠിച്ചത്. അപ്പോൾ 4 അക്ക സംഖ്യകളെ കുറയ്ക്കാനൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ മിസ് ഇതാ പറയട്ടെടാ, ഇനി നമുക്ക് ക്രിസ്മസ് എക്സാം ആണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മുടെ ഓണ പരീക്ഷ പോലെ ആയിരിക്കില്ല ക്രിസ്മസ് എക്സാം, കുറച്ചുകൂടെ ടഫായിരിക്കും, ലെവലൊക്കെ ഒന്ന് കൂടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണടാ, ഇപ്പം തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങണം. അതിന് വേണ്ടി അതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മുടെ സൈലം പ്രാണ 2.0 എന്ന് പറഞ്ഞൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, യൂണിറ്റ് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങളും കാര്യങ്ങളും നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഒരു ബാച്ചിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ച് ഈ ഒരു ചെറിയ റേറ്റിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. നമുക്ക് പ്രാണ ബാച്ചിൽ അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് മുതലേ നിങ്ങൾക്ക് എല്ലാം പഠിക്കുമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും അല്ലേ, ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ആദ്യം മുതലേ കിട്ടുമെന്നല്ലേ? യാതൊരുവിധ സംശയം വേണ്ട, ആദ്യം മുതലേ എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് എല്ലാ പോർഷൻസും മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കിയാലോ, നമ്മുടെ മോർ ആൻഡ് ലെസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അതെ കൂടുതലും കുറവിലും ഒരു ചോദ്യമാണ്. ഇതൊരു വീലാണ്. എന്താണടാ, ഇതൊരു വീലാണ്. ഈ വീലിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയോ? പുറത്ത് കുറേ സംഖ്യകളുണ്ട് അല്ലേ. 7058, 6104, 7014, 7462 എന്നൊക്കെ. ഇതിന്റെ അകത്ത് ഒരൊറ്റ സംഖ്യയല്ലേ തന്നിട്ടുള്ളത്. അതിന്റെ അകത്തോ 4023. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പുറത്തെ സംഖ്യയും അകത്തുള്ള സംഖ്യയും കൂടെ മൈനസ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 4023 കിട്ടണം. അതുപോലെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം ഏതൊക്കെ സംഖ്യകളാണ് വരുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. ഇന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് സബ്ട്രാക്ഷനൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യാടാ, മിസ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണടാ, ഈ 7000 നിന്ന് 3035 കുറച്ചാൽ 4023 അങ്ങനെയെങ്കിൽ മിസ് ചോദിക്കട്ടെ, 8000 നിന്ന് എത്ര കുറച്ചാലാണ് 4023 എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ 8000 4023 കൂടെ മൈനസ് ചെയ്താൽ മതി, കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 8000 നിന്ന് 4023 കുറയ്ക്കുമ്പോൾ എത്രയാടാ കിട്ടുക? ഇവിടെ 10 ആകും. ഇവിടെ നമ്മൾ കടമെടുക്കും അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ 9ഉം ഇവിടെ 7ഉം. ഇനി നമ്മൾ മൈനസ് ചെയ്താൽ പോരെ? 10 - 3 7 9 - 2 അതും 7 അല്ലേ. 9 - 0 9 7 - 4 3. അപ്പം 3 9 7 7 എന്നുള്ളത് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? 5011 4023. 5011 - 4023. ഇത് 11 ആയല്ലേ. ഇതോടാ ഇത് 0 അല്ലേ. 0ത്തിൽ നിന്ന് 2 പോകില്ല. അപ്പോൾ ഇത് 10 ആകും. ഇത് 9ഉം ഇത് 4ഉം. 11ൽ നിന്ന് 3 പോയാൽ യെസ് 8 10ൽ നിന്ന് 2 പോയാലും 8 അപ്പോൾ ഇവിടെ 988 അല്ലേ. 988 ആണ് നമ്മുടെ ഉള്ളിലുള്ളത് വന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 9006 മൈനസ് 4023. എത്രയാണടാ? 906 മൈനസ് 4023 അല്ലേ. 6 - 3 3 0ത്തിൽ നിന്ന് 2 പോയില്ലല്ലോ. അപ്പം അത് 10 അല്ലേ. ഇവിടെ നിന്ന് കടമെടുത്തു 9, ഇത് 8. 10 - 2 8 9 - 0 9 8 - 4 4 4 9 8 3 നമ്മുടെ ഉത്തരം. അങ്ങനെയെങ്കിൽ അടുത്ത കോളത്തിൽ നിങ്ങൾ നോക്കിക്കേ, ഒന്നും കാണുന്നില്ല അല്ലേ. നിങ്ങൾ ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടാകും. അത് നമുക്ക് വേണ്ടി എഴുതാൻ വിട്ടു തന്നതാണ്. ഇപ്പം മിസ് പറയട്ടെടാ, മിസ് നിങ്ങളിപ്പോൾ നോക്കിക്കോ, 5
8 9 6. മിസ് ഇതാ ഇങ്ങനെ ഒരു സംഖ്യ എടുത്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുക്കാം. അതിൽ നിന്ന് 4023 കുറച്ചാൽ എത്ര കിട്ടും? 6 - 3 3, 9 - 2 7, 8 - 0 8, 5 - 4 1, 1 8 7 3 കിട്ടിയല്ലേ. അതുപോലെ ഇനി അടുത്തത് ഏതാണടാ? 7462 നിന്ന് 4023 കുറയ്ക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്ത് ഈ ഒരു വീല് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു എക്സസൈസ് എളുപ്പമല്ലേ? വളരെ എളുപ്പം എക്സസൈസ് അല്ലേ? വേറെ ഒന്നും നമുക്ക് ഇതിൽ ചെയ്യാനില്ലല്ലോടാ. അപ്പൊ ഇത് എത്ര കിട്ടും നോക്കിയാലോ? ഈ 2 എന്നുള്ളത് 12 ആയി, ഇവിടെയോടാ 5 ആയല്ലേ. 12 - 3 എന്താണ്? 9 ആണ്. 5 - 2 3, 4 - 0 എന്ന് പറയുന്നത് 4 ആണ്. 7 - 4 3, 3 4 3 9. ഇനി അടുത്തതോടാ, അടുത്തത് എന്ന് പറയുന്നത് 7014 7014 മൈനസ് 4023 അല്ലേ. 4 - 3 1 ആണ്. 1ൽ നിന്ന് 2 പോകില്ലല്ലോ, അപ്പൊ 11 ആയി അല്ലേ. ഇത് 9മായി, ഇത് 6മായി. 11 - 2 എന്ന് പറയുന്നത് 9 ആണ്. 9 - 0 9 ആണ്. 6 - 4 2 ആണ്. അപ്പൊ 2 9 9 1 കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ എൻ്റെ മക്കള്, എൻ്റെ കുട്ടികൾ എന്ത് ചെയ്ത് നോക്കണം എന്നറിയോ? ഇവിടെ എന്ത് കിട്ടും എന്നുള്ളത് ചെയ്യണം. 6104 നിന്നും 6104 നിന്നും എത്രയാണ് കുറയ്ക്കേണ്ടത്? 4023 കുറച്ചാൽ കിട്ടുന്ന ഉത്തരമല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഉണ്ടാകുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ഉത്തരം എന്താണ് എന്നുള്ളത് പറഞ്ഞു തരണം കേട്ടോ. ഇത്രയേ ഉള്ളൂടാ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.